Hey guys, welcome back to my channel. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ ഇന്നൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഞാനിപ്പോൾ സെക്കൻഡ് ടൈം പ്രഗ്നൻസി ആയിട്ട് ഇരിക്കുകയാണ്. 9ാം മാസമായിട്ടുണ്ട്. 36 വീക്കാണ് എനിക്കിപ്പോൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് എപ്പോഴും ഡെലിവറി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 8ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴാണ് നമുക്കൊരു എമർജൻസി വരിക എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ഡെലിവറി സമയത്ത് തന്നെ എനിക്ക് ഡെലിവറി ബാഗ് പാക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുമല്ല അതൊരു എമർജൻസി ആയിട്ട് എമർജൻസി എന്ന് പറയുമ്പം 9ാം മാസത്തെ സ്കാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡെലിവറിക്കായിട്ട് പോയത്. ആ റിപ്പോർട്ടെല്ലാം കണ്ടതിന് ശേഷമാണ് ഡെലിവറി പെട്ടെന്നായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും തന്നെ വാങ്ങി വയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പോഴേ ഞാൻ വിചാരിച്ചത് സെക്കൻഡ് ടൈം പ്രഗ്നൻസി ആവുന്ന സമയത്ത് നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിവിടെ ഒരുപാട് പ്രൊഡക്റ്റൊന്നും വാങ്ങിച്ചില്ല. അത്യാവശ്യം വേണ്ട കുറച്ച് പ്രൊഡക്റ്റ് മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഞാൻ ഒരുപാട് പേരെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അവരൊരുപാട് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുന്നത്. പക്ഷെ ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഓപ്ഷൻ ഉണ്ട്, അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്ത് കാണാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തു വയ്ക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തു വെക്കുന്നത് എൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞ അന്ന് തൊട്ട് 9ാം മാസം വരെയും ചെയ്ത സ്കാൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ യൂറിൻ, ബ്ലഡ്, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടും ആദ്യം തന്നെ എടുത്തു വെക്കുന്നുണ്ട്. ഇത് ഒന്നുകിൽ നമുക്ക് നമ്മളെ ഹാൻഡ് ബാഗിൽ വെക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ എവിടെ വെച്ചാലും ആരാണോ നമ്മളെ കൂടെ നിൽക്കുന്നത് അവരോട് പറയാം ഈ മെഡിക്കൽ റിപ്പോർട്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഹാൻഡ് ബാഗിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് എടുത്ത് വെക്കുന്ന ഒരു സാധനം. പിന്നെ ഞാൻ എൻ്റെ പേഴ്സാണ് എടുക്കുന്നത്. പേഴ്സിനകത്ത് ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് എമർജൻസി ആയിട്ട് വരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ ATM ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലും ATM സൗകര്യം അവൈലബിൾ ആണ്. പെട്ടെന്ന് നമുക്ക് പോയി ക്യാഷ് എടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ പേഴ്സാണ് സെക്കൻഡ് എടുത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ചാർജറാണ് എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളെ അടുത്ത് കിടക്കുന്ന ആൾക്കാരെ ചാർജർ ചിലപ്പോൾ നമുക്ക് കണക്റ്റ് ആവണം എന്നില്ല. അതുകൊണ്ട് നിങ്ങളെ ഫോണിന് മാച്ച് ആയിട്ടുള്ള ചാർജറും കൂടെ ആ ഒരു ഹോസ്പിറ്റൽ ബാഗിൻ്റെ കൂടെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എനിക്ക് വേണ്ടി നൈറ്റീസാണ് എടുക്കുന്നത്. ഇത് 4 നൈറ്റി ഉണ്ട്. ഇതിൽ ഒരെണ്ണം ഫുൾ ഓപ്പണും ബാക്കിയുള്ള ഫീഡിങ് ടൈപ്പായിട്ടുള്ള നൈറ്റിയാണ്. 4 നൈറ്റിയാണ് ഞാൻ എനിക്ക് വേണ്ടി എടുക്കുന്നത്. പിന്നെ ഞാൻ 2 തോർത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് 2 തോർത്ത് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. പിന്നെ ഞാനൊരു ഷോളും കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ ഫീഡിങ് സമയത്ത് ഈ ഒരു ഷോൾ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു ഷോൾ മാത്രമേ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ഷോളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് പാൻറ്റും അതുപോലെ അണ്ടർ സ്കേർട്ടുമാണ് എടുക്കുന്നത്. അണ്ടർ സ്കേർട്ട് ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് അണ്ടർ സ്കേർട്ടിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് പാൻറ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പാൻറ്റും 2 അണ്ടർ സ്കേർട്ടുമാണ് എടുക്കുന്നത്. എനിക്ക് പാൻറ്റാണ് ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് 3 പാൻറ്റും 2 അണ്ടർ സ്കേർട്ടുമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ പാഡാണ് എടുത്തേക്കുന്നത്. 2 സൈസിലെ പാഡും എടുത്തിട്ടുണ്ട്, വിസ്പറും എടുത്തിട്ടുണ്ട്, സ്റ്റേ ഫ്രീ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാഡിൻ്റെ ആവശ്യം വരത്തില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ. പിന്നെ ഫസ്റ്റത്തെ ഡെലിവറി സമയത്ത് എനിക്ക് പാഡിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതലും തുണിയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഈ ഒരു പാഡ് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് 2 പാഡ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലും തുണിയായിരിക്കും നമ്മളെ ഹോസ്പിറ്റലിൽ. ആ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് എന്തായാലും അറിയാം. നേരത്തെ ഞാൻ നേരത്തെ ഡെലിവറി ആയതുകൊണ്ട് എനിക്കറിയാം അവിടെ കൂടുതലും തുണിയായിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 പാഡ് എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ തുണിയാണ് കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തു വെക്കുന്നത് എൻ്റെ ഇന്നേഴ്സാണ്. ഇന്നേഴ്സും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തുണിയുമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് എൻ്റെ കൂടെ നിൽക്കുന്നത് ഇപ്പോൾ എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം കൂടെ ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു കവറിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആരാണോ നമ്മളെ കൂടെ നിൽക്കുന്നത് അവർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോന്നും പാക്ക് ചെയ്ത് വെക്കാനായിട്ട്. പിന്നെ ഞാൻ ഒരു ജോഡി ചെരുപ്പ് എടുക്കുന്നുണ്ട്. അപ്പം ഡെലിവറിക്ക് പോകുന്ന സമയത്തും ഈ ഒരു ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എപ്പോഴായിരിക്കും ഡെലിവറി എന്നൊന്നും എനിക്കറിയത്തില്ല. ഏത് സമയം ഡെലിവറി നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. അപ്പം ഒരു ജോഡി ചെരുപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളായിരിക്കത്തില്ല നമ്മൾ തിരിച്ച് കൊണ്ടുവരുമ്പം. അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കവറും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 കവറാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഇത്രയുള്ള ചെറുതും പിന്നെ ഒരെണ്ണം വലുതുമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതും തിരിച്ച് കൊണ്ടുവരുന്നതെന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കവറും കൂടെ ഞാൻ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു പില്ലോ കൂടി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കാറിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അത് നമുക്കിങ്ങനെ പുറകിൽ വെച്ചിട്ട് ചാരി ഇരിക്കാനൊക്കെ വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നമുക്ക് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന സമയത്തും തലയണ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ഒരു തലയണ കൊണ്ട് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഈ ഒരു കവറിൽ എനിക്ക് ജനറലായിട്ട് വേണ്ട കുറച്ച് പ്രൊഡക്റ്റാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഒരു ഫേസ് വാഷ് കൂടി എടുക്കുന്നുണ്ട്. ഇത് മമാത്തിൻ്റെ ഫേസ് വാഷാണ്. ഇതെനിക്ക് സ്മിറ്റിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇത് സൺസ്ക്രീൻ എടുക്കുന്നുണ്ട്. ഇത് എത്രത്തോളം എനിക്ക് യൂസ്ഫുൾ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് സൺസ്ക്രീൻ്റെ ആവശ്യം വരത്തില്ലെങ്കിലും അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. പാരച്യൂട്ടിൻ്റെ 10 രൂപയുടെ ചെറിയൊരു ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമുകൾ എടുക്കുന്നുണ്ട്. ഇത് ലാക്ടോ കലാമിൻ്റെ ഫേസ് ലോഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് എടുക്കുന്നത്. ചെറിയൊരു പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ടൈഗർ ബാം, പിന്നെ ചീപ്പ്, അതുപോലെ തന്നെ ബ്രഷ്, പിന്നെ ഞാനൊരു ലിപ് ബാം കൂടി എടുക്കുന്നുണ്ട്. നോർമൽ ഡെലിവറി ആകുമ്പോൾ നമ്മൾ നല്ലോണം പുഷ് ചെയ്ത സമയത്ത് നമ്മൾ ചുണ്ട് നല്ലോണം വരണ്ടു പോകും. അതുകൊണ്ട് ആ ഒരു ഡ്രൈനെസ് മാറാനായിട്ട് ഞാനൊരു ലിപ് ബാം കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ജോഡി സോപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കത്രികയും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കഴിക്കുന്ന ഗുളിക എടുക്കുന്നുണ്ട്. ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം അങ്ങനെ വേണ്ട ഗുളികയും കൂടെ എടുത്ത് വെക്കുന്നുണ്ട് ഈ ഒരു ബാഗിനകത്ത്. പിന്നെ ഞാൻ 2 ബെഡ്ഷീറ്റ് എടുക്കുന്നുണ്ട്. എനിക്കും അമ്മയ്ക്കും വേണ്ടി 2 ബെഡ്ഷീറ്റ് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ കുഞ്ഞിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വാങ്ങിച്ചെന്ന് നോക്കാം. ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇങ്ങനെ ടർക്കിയാണ്. ഞാനിവിടെ 2 ടർക്കിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് നല്ല വെയിലൊക്കെ കൊണ്ടതിന് ശേഷം ഞാൻ മടക്കി ഒരു കവറിലാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കുഞ്ഞിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ 2 ഫേസ് ടവൽ വാങ്ങിച്ചിട്ടുണ്ട്. 2 മാത്രമേ ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ കുഞ്ഞ് പാലൊക്കെ കുടിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കഴുത്തിലൊക്കെ വീഴും. ആ ഒരു സമയത്ത് തുടച്ചെടുക്കാനായിട്ടാണ് ഞാനിവിടെ 2 ഫേസ് ടവലാണ് വാങ്ങിച്ചിരിക്കുന്നത്. വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ്. ഇതും ഞാൻ നേരത്തെ വാങ്ങിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ കുഞ്ഞുടുപ്പുകളാണ് വാങ്ങിച്ചത്. ഈ കുഞ്ഞുടുപ്പുകളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകി വൃത്തിയാക്കി വെയിലൊക്കെ കൊള്ളിച്ച് നല്ല തേച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പമായിരുന്നു ഞാൻ നേരത്തെ കാണിച്ച ഫേസ് ടവൽ വെച്ചിരുന്നത്. ഇതെല്ലാം തന്നെ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് കവറിലാണ് വെച്ചിരിക്കുന്നത്. കൂടെ നിൽക്കുന്ന ആൾക്ക് എടുക്കത്തക്ക രീതിയിലാണ് കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് കവറിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ന്യൂ ബോൺ ബേബീസിൻ്റെ പാമ്പേഴ്സാണ്. അപ് ടു 5 kg ഉള്ളത്. ഇതിൽ 7 പാമ്പേഴ്സാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 99 രൂപയാണ് ഈ ഒരു പാമ്പേഴ്സിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞാൻ ഹിമാലയയുടെ വെറ്റ് വൈപ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഹണ്ടിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഹിമാലയയുടെ എല്ലാ പ്രൊഡക്റ്റും. ഇതിൽ 24 വൈപ്സാണുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 85 രൂപയാണ് ഈ ഒരു വൈപ്സിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഞാനൊരു ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഇന്നലെയാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡ്രൈ ഷീറ്റും കൂടെ കിട്ടിയതിന് ശേഷം മാത്രമേ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും നാളും വീഡിയോ എടുക്കാതിരുന്നത്. ബാക്കിയെല്ലാം തന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈ ഷീറ്റിന് വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഒരുപാട് 21 കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന് 185 രൂപയാണ് റേറ്റ് വരുന്നത്. പക്ഷേ എനിക്ക് 115 രൂപയ്ക്കാണ് കിട്ടിയത്. അത്യാവശ്യം നല്ല വർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ന്യൂ ബോൺ ബേബീസിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ഒരു ഡ്രൈ ഷീറ്റ് വരുന്നത്. പിന്നെ ഞാൻ കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് മിറ്റേഴ്സും ബൂട്ടീസും അതുപോലെ തന്നെ ക്യാപ്പും വരുന്ന സെറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. 2 എണ്ണമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഒരെണ്ണത്തിന് 137 രൂപയാണ് റേറ്റ് വരുന്നത്. അങ്ങനെ ഞാൻ 2 എണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമുണ്ടാണ്. വെള്ളമുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കരയൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് 4ആയിട്ട് മടക്കി വെച്ചിരിക്കുന്നതാണ് അമ്മ. അപ്പോൾ അതെല്ലാം തന്നെ നല്ല സെറ്റാക്കിയാണ് അമ്മ വെച്ചിരിക്കുന്നത്. ഇതുപോലൊരു കവറിലാണ് അമ്മ ആ ഒരു മുണ്ടെല്ലാം തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അമ്മ ഈ ഒരു മുണ്ടെല്ലാം തന്നെ മടക്കി വെച്ചിരിക്കുന്നത്. 2 മുണ്ടാണ് നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു മുണ്ടും കൂടെ എടുത്ത് വെക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ ഒരു മുണ്ട് കൂടി എടുക്കുന്നുണ്ട്. ആദ്യത്തെ ഡെലിവറിക്ക് എനിക്ക് മുണ്ട് തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒരെണ്ണം കൂടി എടുത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കരയൊക്കെ വെട്ടിക്കളയാനായിട്ട് ഒരു കത്രിക കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ മുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം കൂടെ എടുത്ത് വെക്കുക. നമുക്ക് എപ്പോഴും ഒരു ആവശ്യം വരിക ഇതൊന്നും പറയാൻ പറ്റത്തില്ല, ഹോസ്പിറ്റലിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ ഒരു മുണ്ട് കൂടി അധികമായിട്ട് എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ജനറലായിട്ട് എടുക്കുന്ന സാധനമാണ് പാത്രങ്ങൾ. ഇതിലൊരു പാത്രവും സ്പൂണ്, ഗ്ലാസ്, അതുപോലെ തൂക്കുപാത്രമൊക്കെ നമുക്ക് കഞ്ഞിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തിരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ ഒരു കവറിലാക്കി അമ്മ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ബാഗിലേക്ക് എടുത്ത് വെക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സോ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.